ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു കേരള സ്റ്റൈൽ എഗ് റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ വിഭവമാണിത്. കേരളത്തിലെ ചായക്കടകളിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ഒരു വിഭവം തന്നെയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ മുട്ടയുടെ തോടൊന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് പറയാം. ഞാനിവിടെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പൊടികൾ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ പെരുംജീരകം പൊടി, അതുപോലെ പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. ഇത്രയുമാണ്. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്നിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കറിവേപ്പില ഒരു തണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. എരിവ് ചേർക്കുമ്പോൾ അത് നമ്മുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ചേർക്കാനെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമുക്കൊരൽപ്പം കൂടുതൽ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഗ്രേവിയുടെ അനുസരിച്ച് ചേർത്താൽ മതി. ഇതിന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് ഈ സമയത്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട നമ്മൾ ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാല ഇതിൻ്റെ മുകളിലേക്ക് ആക്കുക. ഒട്ടും ഗ്രേവി ഇല്ലാത്ത മുട്ട റോസ്റ്റാണ് ഇഷ്ടമെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഞാനിതിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. ഒരല്പം ഗ്രേവിയുടെ കൂടിയുള്ള മുട്ട റോസ്റ്റാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സെൽഫ് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ മടിയുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.